എത്ര ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടെങ്കിലും സ്വന്തം അഭിമാനവും വാക്കും സംരക്ഷിക്കാനായി അവ ഉപേക്ഷിക്കേണ്ടി വന്നേക്കാം എന്ന വലിയ പാഠം നമുക്ക് പറഞ്ഞു തരുന്നത് മഹാഭാരതത്തിലെ പ്രമുഖ വില്ലനായ ദുര്യോധനനാണ്. ആ കഥയാണ് ഭീഷ്മരുടെ 5 സ്വർണ്ണ അമ്പുകൾ. കുരുക്ഷേത്ര യുദ്ധം 7ാം ദിനത്തിൽ ഭീമനും അർജുനനും ചേർന്ന പാണ്ഡവപ്പട കൗരവപ്പടയ്ക്കുമേൽ കനത്ത ആഘാതമേൽപ്പിച്ചു. ദുര്യോധനനെ ഭീമൻ നന്നായി മർദ്ദിക്കുകയും ചെയ്തു. മുറിവുകളുമായി ദുര്യോധനൻ പോയത് ഭീഷ്മരുടെ അടുത്തേക്കാണ്. കുരുവംശത്തിൻ്റെ അഭിമാന ചിഹ്നവും മഹാപ്രതാപിയും നിത്യബ്രഹ്മചാരിയുമായ പിതാമഹൻ്റെ സവിധത്തിലേക്ക് ചെന്ന് കുറച്ചു കഴിഞ്ഞപ്പോഴേ ദുര്യോധനൻ ചോദ്യമറിഞ്ഞു. പിതാമഹൻ തന്നെ വഞ്ചിക്കുകയല്ലേ? പാണ്ഡുപുത്രന്മാരോടുള്ള സ്നേഹം മൂലമല്ലേ അവരെ കൊല്ലാത്തത്? പിതാമഹൻ്റെ കൂറ് കൗരവരോടോ പാണ്ഡവരോടോ തുടങ്ങി അനേകം ചോദ്യങ്ങൾ. ഈ ചോദ്യശരങ്ങൾ തൻ്റെ നേർക്ക് വരുന്നത് കണ്ട് അഭിമാനിയായ ഭീഷ്മർ രോഷാകുലനായി എഴുന്നേറ്റു. നാളെ സൂര്യാസ്തമനത്തിന് മുൻപ് പാണ്ഡവർ 5 പേരെയും താൻ തൻ്റെ സ്വർണ്ണ അമ്പുകൾ കൊണ്ട് വധിക്കുമെന്ന് അദ്ദേഹം ഉറക്കെ പറഞ്ഞു. തൻ്റെ ജീവിതകാലത്തെ ധർമ്മനിഷ്ഠകൾ കൊണ്ടും ആയോധന മികവ് കൊണ്ടും ഭീഷ്മർ നേടിയെടുത്തതായിരുന്നു ആ 5 അമ്പുകൾ. അതേ തടുക്കാൻ ആരാലും സാധ്യമല്ല. അങ്ങനെയെങ്കിൽ ആ അമ്പുകൾ താൻ സൂക്ഷിക്കാമെന്നും യുദ്ധസമയത്ത് തരാമെന്നും ദുര്യോധനൻ പറഞ്ഞു. ഭീഷ്മർ അതിന് സമ്മതിച്ചു. ഈ സംഭവങ്ങളെല്ലാം തൻ്റെ ദിവ്യദൃഷ്ടിയാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ കാണുന്നുണ്ടായിരുന്നു. കാര്യങ്ങൾ അതീവ ഗൗരവമുള്ളതാണെന്ന് ഭഗവാൻ മനസ്സിലാക്കി. ഒരു ഉപായവും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തെളിഞ്ഞു. പണ്ടൊരിക്കൽ ദുര്യോധനനെ ഗന്ധർവന്മാരുടെ ആക്രമണത്തിൽ നിന്ന് അർജുനൻ രക്ഷിച്ചിരുന്നു. അന്ന് പ്രതിഫലമായി എന്തു വേണമെന്ന് ദുര്യോധനൻ ചോദിക്കുകയുണ്ടായി. ഇപ്പോൾ തനിക്കൊന്നും വേണ്ടെന്നും പിന്നീട് ആവശ്യപ്പെടാമെന്നുമായിരുന്നു അർജുനൻ്റെ ഉത്തരം. അക്കാര്യം ശ്രീകൃഷ്ണൻ ദിവ്യദൃഷ്ടിയിൽ കണ്ടെത്തി അർജുനനെ ഓർമ്മിപ്പിച്ചു. ആ പ്രതിഫലം ഇപ്പോൾ ആവശ്യപ്പെടണമെന്നും സ്വർണ്ണ അമ്പുകളായിരിക്കണം ആ പ്രതിഫലമെന്നും ഭഗവാൻ അർജുനനോട് പറഞ്ഞു. സായാഹ്നത്തിൽ അർജുനൻ എതിർപ്പടയുടെ പാളയത്തിലെത്തി ദുര്യോധനൻ്റെ കൂടാരത്തിലേക്ക് നടന്നു. എതിരാളിയാണെങ്കിലും യുദ്ധമില്ലാത്തപ്പോൾ ദേഷ്യം പാടില്ലെന്ന തത്വമുള്ളതിനാൽ ദുര്യോധനൻ അർജുനനെ എണീറ്റ് നിന്ന് സ്വീകരിച്ചാനയിച്ചു. ഉപചാരങ്ങൾ സ്വീകരിച്ച ശേഷം താൻ പഴയ പ്രതിഫലം വാങ്ങാൻ വന്നതാണെന്നും ഭീഷ്മരുടെ സ്വർണ്ണ അമ്പുകളാണ് തനിക്ക് വേണ്ടതെന്നും അർജുനൻ അറിയിച്ചു. ഭീഷ്മ പിതാമഹൻ ഒരു ആയുഷ്കാലത്തെ മഹത്വം കൊണ്ട് സ്വായത്തമാക്കിയ യുദ്ധവിജയം തനിക്ക് ഉറപ്പുവരുത്തുന്ന ആയുധങ്ങളാണ് ഇവയെന്ന് ദുര്യോധനന് നന്നായി അറിയാമായിരുന്നു. എന്നാൽ വാക്ക് എന്നത് അതിനെല്ലാം അപ്പുറമാണെന്നും അദ്ദേഹത്തിന് അറിയാം. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും അമ്പുകൾ അർജുനന് നൽകി ദുര്യോധനൻ വാക്കുപാലിച്ചു. ഒന്നോർക്കണം, മഹാഭാരതത്തിലെ ഏറ്റവും വലിയ പ്രതിനായകന്മാരിൽ ഒരാളാണ് ഇത് ചെയ്യുന്നത്. വാക്കുപാലിക്കുക എന്ന കർമ്മം സ്വജീവനേക്കാൾ വലുതാണ്.